സീപ്ലെയിൻ പദ്ധതി UDF ഭരണകാലത്ത് നടപ്പിലാക്കുന്നതിന് തടസ്സം നിന്നത് LDF ആണെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. 11 വർഷം മുമ്പ് നടപ്പിലാവേണ്ട പദ്ധതി വൈകിപ്പിച്ചത് പിണറായി വിജയനാണ്. അതിന് അദ്ദേഹം ക്ഷമ ചോദിക്കണമെന്ന് മുരളീധരൻ പറഞ്ഞു. അങ്ങനെ വിവാദം വേണ്ട എന്ന് തീരുമാനിച്ച് ഞങ്ങൾ അന്ന് ആ പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിർത്തിവെച്ചതാണ്. അതാണ് ഇന്ന് പൊടി തട്ടിയെടുത്ത് ആർക്കും ആശങ്ക വേണ്ട, ഇത് വികസനത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഉദ്ഘാടനം. ഏറ്റവും അത്ഭുതം, അന്ന് ഇത് തടസ്സപ്പെടുത്താൻ സമരം ചെയ്ത ചില മത്സ്യത്തൊഴിലാളി സംഘടനകൾ ഇന്ന് അവരാരും ടീച്ചറിൽ കാണാനില്ല. അപ്പോൾ ഈ തടസ്സപ്പെടുത്തിയവർ തന്നെ ഇപ്പോൾ ഇത് നടപ്പാക്കിയിട്ട് ഞങ്ങളാണ് വികസനം കൊണ്ടുവന്നത് എന്ന് കൊട്ടിക്കൊണ്ടിരിക്കുക. ഞങ്ങളിതിനെ എതിർക്കാത്തതിൻ്റെ കാരണം ഇത് ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതിയാണ്. വെറും രാഷ്ട്രീയത്തിൻ്റെ കണ്ണുകൊണ്ട് ഞങ്ങൾ വികസനത്തിനെ നോക്കി കാണുന്നില്ല. ഇത് ഞങ്ങളുടെ കുട്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാം. പക്ഷേ UDF ഭരിക്കുമ്പോൾ ഒരു നയം, LDF ഭരിക്കുമ്പോൾ വേറെ നയം. ഇത് കേരളത്തിൻ്റെ അടിസ്ഥാന വികസനത്തിന് ശരിയല്ല എന്നുള്ള സ്റ്റാൻഡാണ് എല്ലാ കാലത്തും ഞങ്ങൾ സ്വീകരിച്ചു. അതായത് ഇത്രയും വൈകിച്ചതിന് ക്ഷമ പറയേണ്ടത് മുഖ്യമന്ത്രി നവീൻ ബാബുവിൻ്റെ മരണത്തിൽ അതിൽ CPM സ്വീകരിച്ച നിലപാട് പത്തനംതിട്ടയിൽ CPM അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അവരുടെ രോഷപ്രകടനമാണ് ഈ രാഹുൽ മാമ്പൂട്ടത്തിന് വേണ്ടിയുള്ള പോസ്റ്റിനെ ഞങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ LDF ആയിട്ടുള്ള മത്സരം എന്ന് പറയാൻ കാരണം BJP ഈ ഇലക്ഷനിൽ വളരെയധികം ശോഷിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇവിടെ ശ്രീധരന് കിട്ടിയ വോട്ട്, അതിനൊരു 10,000 വോട്ട് കുറെ നിഷ്പക്ഷമതികളുടെ വോട്ട് കിട്ടി. സാധാരണ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ചില വോട്ടർമാർ അവർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അത് BJPക്ക് അല്ല ചെയ്തത്, മെട്രോമാൻ ശ്രീധരന് വോട്ട് ചെയ്തു. അതൊന്നും ഇത്തവണ അതിൻ്റെ പരിസരത്ത് കൂടെ പോകും. BJP ഞങ്ങൾക്ക് വെല്ലുവിളിയല്ല, കണക്കനുസരിച്ച് 3-ാം സ്ഥാനത്ത് പോകണം. അങ്ങനെയുള്ള മത്സരമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാനൊരു കാര്യം തറപ്പിച്ച് പറയാം. മുനമ്പത്തെ വിഷയത്തിൽ UDF ഒറ്റക്കെട്ടായി അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ ഒപ്പമാണ്.